3 മണി 3:30 ആയപ്പോഴത്തേക്കും കുമ്പളി അട്ടപ്പള്ളം റോഡിലുള്ള റോസ് പാർക്കിൽ നമ്മൾ എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മളിവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റാണ് റോസ് പാർക്ക് സ്ഥലം വരുന്നത്. 350 600 2 ടിക്കറ്റ് പാക്കേജാണ് വരുന്നത്. നമ്മൾ 350 ആട്ടോ എടുത്തത്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നാണ് ടിക്കറ്റ് എടുക്കേണ്ടത്. ടിക്കറ്റ് എടുത്തിട്ട് ഇത് ഗേറ്റിൽ കാണിച്ചിട്ട് വേണം നമ്മൾ ഉള്ളിലേക്ക് കയറാൻ. അങ്ങനെ എല്ലാം സെറ്റായി നമ്മൾ ഉള്ളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. നമ്മളിങ്ങനെ നടന്ന് പോകുമ്പോൾ ഇന്നത്തെ റെസ്റ്റോറൻ്റ് ഉണ്ട്, കുറേ പ്രതിമകളുണ്ട്, ഇരിക്കാനുള്ള കുറേ സ്ഥലങ്ങളുണ്ട്, കുറേ അഡ്വഞ്ചറസ് ആക്ടിവിറ്റികളും വാട്ടർ ആക്ടിവിറ്റികളും പിള്ളേർക്കുള്ളതും ഒക്കെ ഉണ്ട്. ആദ്യം തന്നെ നമ്മൾ പിള്ളേരുടെ സെക്ഷനിലേക്കാണ് പോയത്. കാരണം നമ്മുടെ കൂട്ടത്തിൽ 4 കുഞ്ഞു പിള്ളേരുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഒരു തരത്തിലും നമുക്ക് അവരെ മാനേജ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. അതുകൊണ്ട് നമുക്ക് അവരെയാണ് നമ്മൾ ആദ്യം പരിഗണിച്ചത്. അപ്പോൾ ഇതായിരുന്നു അവർക്കുള്ള ആദ്യത്തെ ആക്ടിവിറ്റി. ഇതൊരു മൾട്ടി ആക്ടിവിറ്റി ഏരിയ കേട്ടോ. ഇതിൽ ഇങ്ങനെ കയറി അതിൻ്റെ അകത്തൂടെ ഇറങ്ങി പിന്നെ സ്ലൈഡ് ചെയ്ത് പിന്നെ മറ്റേ കുഴൽ പോലത്തെ സ്ലൈഡ് അങ്ങനത്തെ എന്തൊക്കെയോ കുറേ പരിപാടികളുണ്ടായിരുന്നു. ഏതായാലും അവർ കൂടുതലായിട്ട് അർമാദിച്ചു. പിന്നെ ഒരു കുഞ്ഞ് ചെറുതുണ്ടായിരുന്നു, അവൾക്ക് പക്ഷെ അത്ര അങ്ങോട്ട് ഇതാക്കാൻ പറ്റിയില്ല. കാരണം അവൾക്ക് തന്നെ അങ്ങനെ പോകാറായില്ല. അതുകൊണ്ട് അടുത്തത് നമ്മൾ പോയത് ഈ നെറ്റിൽ കൂടി ഇങ്ങനെ കയറി പോകുന്ന സാധനമായിരുന്നു കേട്ടോ. ഇത് കണ്ടിട്ട് അവർക്ക് ഒരു പേടിയില്ല, ഒരു ഇതുമില്ലായിരുന്നു. സാവയുടെ നേതൃത്വത്തിൽ അവർ നല്ല അടിപൊളിയായിട്ട് അത് കയറി ഇറങ്ങി. വാവക്കുട്ടിക്കൊക്കെ ഒരു ടെൻഷനും ഇല്ല. അങ്ങ് കയറുന്നു ഇറങ്ങുന്നു, എന്ന് ചുമ്മാ സ്റ്റെപ്പൊക്കെ കയറി പോകുന്നുള്ളൂ. ഇതാ ഞാൻ പറഞ്ഞ ഒരു കുഞ്ഞുവാവ ഉണ്ടായിരുന്നു, അവൾക്ക് ഒന്നിലും കയറാൻ പറ്റില്ലെന്ന് പറഞ്ഞില്ല. ആ കുഞ്ഞുവാവയാണിത്. ഇവൾക്ക് മാത്രം ഒന്നിലും കയറാൻ പറ്റിയില്ല, കാരണം അത്ര ആയില്ല. അതുകൊണ്ട് ഞങ്ങളോട് ചിരിക്കാൻ പറഞ്ഞിട്ട് അവളുടെ സൗന്ദര്യം നോക്കിക്കൊണ്ടിരിക്കുക ഫോണിൻ്റെ അകത്ത്. അതിനുശേഷം അടുത്തത് നമ്മൾ പോയത് എങ്ങോട്ടാണ്? വാട്ടർ ആക്ടിവിറ്റിയിലേക്കാണ്. അതിൽ ആദ്യത്തെ പെഡൽ ബോട്ടിംഗ് ആയിരുന്നു. ഇത് കുറച്ച് പാടായിരുന്നു കേട്ടോ. കൈ കൊണ്ട് ഇങ്ങനെ കറക്കിക്കൊണ്ടേയിരിക്കണം. ആദ്യം കുറച്ച് പാടായിരുന്നാലും പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവൾ അതിൻ്റെ ആ ഒരു ടെക്നിക്ക് കിട്ടിയിട്ട് തെരസ് കൂളായിട്ടങ്ങ് പോയി. വളരെ കൂളായിട്ട്. അയ്യോ ചെയ്യാനും ആദ്യം കുറച്ച് പാടുപെട്ടെങ്കിലും പിന്നെ കുറച്ചേരം കഴിഞ്ഞപ്പോൾ അവർക്കും അതിൻ്റെ ടെക്നിക്ക് കിട്ടി. പിന്നെ അവരും കൂളായിട്ടങ്ങ് പോയി. പക്ഷെ ഇച്ചിരി പണിയെടുക്കേണ്ട പരിപാടി ആയതുകൊണ്ട് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ഇതിൽ കയറിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും നല്ലതായിട്ട് മഴ തൂളുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ പ്ലാനുകൾ എല്ലാം വെള്ളത്തിലാക്കിക്കൊണ്ട് നല്ലൊരു പെരുമഴ പെയ്തിരിക്കുകയാണ്. നമ്മൾ അപ്പം തന്നെ ഓടി റെസ്റ്റോറൻറ്റിൽ കയറി. പിന്നെ റെസ്റ്റോറൻറ്റ് മൊത്തം ആളായി. പിന്നെ നമ്മൾ ബോളി, പിന്നെ എന്താണ് ബജി, ഐസ്ക്രീം, ഷേക്ക്, ചായ, ഇങ്ങനെ എന്തൊക്കെ എല്ലാവരും കഴിച്ചു ഗൈസ്. പിന്നെ അങ്ങ് അർമാദിച്ചങ്ങ് മഴ പെയ്യുമായിരുന്നു. നീണ്ടു നിന്ന് ഒരു പെരുമഴയായിരുന്നു. ഒരു 1/4 മണിക്കൂറോളം മഴ പെയ്തു. അങ്ങനെ നമ്മുടെ പ്ലാനുകളെല്ലാം വെള്ളത്തിലായി. അതുകൊണ്ട് തന്നെ സിപ്പ് ലൈൻ, അതുപോലെ തന്നെ ഈ സൈക്കിൾ, ഈ വള്ളിയിൽ കൂടെ പോകുന്ന സൈക്കിളുണ്ടല്ലോ, ആ സാധനങ്ങളൊക്കെ നിർത്തിപ്പോയി. അങ്ങനെ ഞങ്ങൾ വിഷമിച്ചിരിക്കുമ്പോഴാണ് ഞാൻ ദൂരെ ആ കാഴ്ച കാണുന്നത്. DJ ലൈറ്റ് ഇങ്ങനെ മിന്നിയും മറിഞ്ഞും വരുന്നു. അപ്പം ഞങ്ങൾ ഓർത്ത് ഇതെന്താ സാധനം, റെയിൻ DJ ആയിരിക്കും ഓർത്തു. പക്ഷേ എന്തായിരുന്നെന്നോ, ഇത് കണ്ടോ, ഇതാണ് ബമ്പർ കാർ. ഈ ബമ്പർ കാറിൻ്റെ ലൈറ്റാണ് നമ്മളവിടെ കാണുന്നത്. ഇത് നല്ല അടിപൊളി. നമ്മൾ പുറമേ നിന്ന് കാണുമ്പം വാവ് സൂപ്പർ, കാറുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിടിക്കുന്നു. പക്ഷെ അതിൽ കയറുമ്പോഴേ അതിൻ്റെ തീവ്രത അറിയത്തുള്ളൂ. എന്നാ ഇടി അടിക്കുന്നതെന്നോ, നല്ല പോലെ മേല് തല മൊത്തത്തിൽ ഇളകുന്ന പോലെ നല്ല ഇടി കിട്ടും. എനിക്ക് ഭയങ്കര ആദ്യത്തെ ഇടി കിട്ടിയപ്പോഴത്തേക്ക് ഭയങ്കര അപ്രതീക്ഷിതമായ ഇടിയായിരുന്നു. ഫുള്ള് നമ്മുടെ ബോഡി ഇളകും അതുപോലത്തെ ഇടി. ശരിക്കും ഒരു കാർ ക്രാഷ് ഉണ്ടാവും. അപ്പോൾ എങ്ങനെയാണോ അങ്ങനെ ഇടി. അങ്ങനെ മഴ പോയി പുറത്ത് വന്നപ്പോഴത്തേക്ക് ഈ കുതിരേനെ കണ്ടി. കുതിര ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോഴത്തേക്കും കുതിരയ്ക്ക് ഒരു ഇളക്കം. പിന്നെ കുറച്ച് നേരത്തേക്ക് ഫോട്ടോഷൂട്ട് സെക്ഷൻ ആയിരുന്നു. ടിനോച്ചേട്ടയാണ് ക്യാമറ തൂക്കി പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ടിനോച്ചേട്ടയാണ് എല്ലാവരുടെയും ഫോട്ടോ എടുത്ത് കൊടുക്കുന്ന ആൾ. Let's play. Yay! ഇതൊക്കെ ഭയങ്കര എന്നാ കുറേ നേരം വെള്ളത്തിൽ കളിച്ചു. പിന്നെ വെള്ളത്തിൽ നിന്ന് പിള്ളേരെ എല്ലാം പെറുക്കിയെടുത്ത് നമ്മൾ കയാക്കിങ്ങിന് കയറാൻ വേണ്ടി പോയി ഗൈസ്. കയാക്കിങ്ങും പെഡൽ ബോട്ടിങ്ങും ചെയ്തു. ഒന്ന് പോവാൻ അറിയാമേ.
ഫോണിൻ്റെ ചാർജ് തീരാറായതുകൊണ്ട് കൂടുതൽ വീഡിയോസൊന്നും എടുത്തില്ല. അത് കഴിഞ്ഞ് നമ്മളൊരു രാത്രിയൊക്കെ ആയപ്പോഴത്തേക്കും ചെറിയ മഴയൊക്കെ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി. വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് നമ്മളൊരു തട്ടുകടയിൽ കയറി ഫുഡും കഴിച്ചിട്ട് നമ്മൾ വീട്ടിലേക്ക് പോയി ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. അപ്പോൾ സീ യു നെക്സ്റ്റ് വീഡിയോ ഗൈസ്. ബൈ.